ബിഗ് ബോസ് സീസൺ 6 വന്നതിന് ശേഷം LGBT കമ്മ്യൂണിറ്റിക്കെതിരെ സംസാരിച്ചതിന് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിന്ന ഒരു താരമാണ് അഭിഷേക്. ബിഗ് ബോസിനകത്തും പുറത്തും ഇത് ഒരുപാട് ചർച്ചയായിരുന്നു. ബിഗ് ബോസിലുണ്ടായിരുന്ന സമയത്ത് ലാലേട്ടൻ തന്നെ ഈ ഒരു പ്രസ്താവനക്കെതിരെ താക്കീത് നൽകുകയും ചെയ്തിരുന്നു. ആദ്യത്തെ കുറച്ചുനാൾ വളരെ സ്ലോ ആയിരുന്നു അഭിഷേകിന്റെ പെർഫോമൻസ് എങ്കിലും എന്നാൽ പിന്നീട് ആക്റ്റീവ് ആകുകയും അങ്ങനെ ടോപ്പ് 5-ൽ എത്തപ്പെടുകയും ചെയ്ത ആളാണ് അഭിഷേക്. അഭിഷേകിനെതിരെ മുൻ ബിഗ് ബോസ് താരം റിയ സലിം ഒരു ലൈവ് ഇട്ടിരുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് അഭിഷേകിനെ പുറത്താക്കുക എന്നുള്ളതായിരുന്നു അത്. അതിനുശേഷം ടോപ്പ് 5-ൽ എത്തിയ അഭിഷേക് ഇതിന് മറുപടിയായിട്ട് തന്റെ സുഹൃത്തുക്കളുമായിട്ട് ഒരു വീഡിയോ ചെയ്യുകയും ചെയ്തിരുന്നു. അതിനുശേഷം നാദിറയുമായിട്ട് തനിക്കുള്ള പ്രശ്നത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിരിക്കുകയാണ് അഭിഷേക്. മൈൽ സ്റ്റോൺ മേക്കേഴ്സിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു അഭിഷേക് ഇക്കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. എനിക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, അവരവരുടെ ഐഡിയോളജിയിൽ പോകുന്നു. ഈ ഐഡിയോളജി അംഗീകരിക്കാത്ത ആളാണ് ഞാൻ, അത്രേയുള്ളൂ. അല്ലാതെ എനിക്കാരോടും വ്യക്തിപരമായ പ്രശ്നങ്ങൾ ഇല്ല എന്നാണ് അഭിഷേക് പറഞ്ഞത്. അതുപോലെ തന്നെ അവരെല്ലാരും കൂടെ തന്നെ ടാർഗറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും എന്നാൽ താൻ അവർക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്നും അഭിഷേക് പറയുന്നു. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ നാദിറയുടെ മെസ്സേജ് എന്നെ പുറത്തുവിട്ടേനെ എന്ന് അഭിഷേക് പറയുന്നു. 5 വർഷം കൊണ്ട് ന്യൂനപക്ഷമായ ഞങ്ങളെ ഭൂരിപക്ഷമായി കാണിച്ചു തരാമെന്ന് നാദിറ മെസ്സേജ് അയച്ചതിന്റെ സ്ക്രീൻഷോട്ട് പുറത്തു വന്നിരുന്നു. ആ ഒരു മെസ്സേജ് വെച്ച് എനിക്ക് അവരെ ടാർഗറ്റ് ചെയ്യാമായിരുന്നു, പക്ഷെ അതിലൊന്നും തനിക്ക് താല്പര്യമില്ല എന്നാണ് അഭിഷേക് പറയുന്നത്. എന്നാൽ നാദിറയുടെ ഈ ഒരു മെസ്സേജ് പുറത്തു വന്നതിന് ശേഷം ഒരുപാട് ആളുകളാണ് അതിനെതിരെ രംഗത്തെത്തിയത്. ഇത്തരം കമ്മ്യൂണിറ്റികൾ ഭൂരിപക്ഷമായി കഴിഞ്ഞാൽ അത് സമൂഹത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കും എന്നാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എല്ലാവർക്കും അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ജീവിക്കാനുള്ള എല്ലാ അവകാശവുമുണ്ട്, ആ ഒരു നിയമത്തിന്റെ പരിധിയിൽ നിന്ന് തന്നെ. എന്നാൽ താനടങ്ങുന്ന കമ്മ്യൂണിറ്റി ഭൂരിപക്ഷത്തിലേക്ക് മാറണം എന്നത് പലർക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. കാരണം അത്തരം ആശയങ്ങളിൽ ചില കാര്യങ്ങളിൽ പോസിറ്റീവ്സ് കാണാൻ കഴിയുമെങ്കിലും അതിൻ്റെതായ ഒരുപാട് നെഗറ്റീവ്സ് അതിനുണ്ട് എന്നത് വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നാദിറയുടെ ഈ ഒരു മെസ്സേജ് ഒരുപാട് ആളുകളാണ് എടുത്ത് വിമർശിച്ച് രംഗത്ത് വന്നിരിക്കുന്നത്. എന്താണ് നാദിറയുടെ ഈ ഒരു പ്രസ്താവനയെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം.